ഓപ്പറേഷൻ സിന്ദൂര പുലരിയാണ് നാം അടക്കമുള്ള എല്ലാ ഭാരതീയർക്കും ഈ പുലർവേള എന്നുള്ളത് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും. കൃത്യമായ തിരിച്ചടി, പഹൽഗാമിന് കൃത്യമായ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഉള്ള ഭാരതത്തിൻ്റെ മുന്നേറ്റം ശരിക്കും നമുക്ക് അഭിമാനം നൽകുന്ന ഒരു ഓപ്പറേഷൻ തന്നെയല്ലേ ഇപ്പോൾ നടന്നിട്ടുള്ളത് കേണൽ ഡിന്നി? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. അതിനകത്ത് നമ്മൾ ഓരോ ഭാരതീയരും പഹൽഗാം കഴിഞ്ഞ് എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ നമ്മൾ മനസ്സിൽ കണ്ടത്, അതിലും മുകളിലുള്ള ഒരു തിരിച്ചടിയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ പറയും. കാരണം നേരത്തെ പറഞ്ഞ പോലെ 9 ടെറർ ക്യാമ്പ്സിൽ സ്ട്രൈക്ക് ചെയ്തു. പക്ഷെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പാകിസ്ഥാന്റെ ഉള്ളിൽ, അതായത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിലല്ല, പാകിസ്ഥാന്റെ ഉള്ളിൽ പഞ്ചാബ് പ്രൊവിൻസിൽ ബാവൽപൂർ, മുരീദ് കെ എന്ന് പറയുന്ന സ്ഥലങ്ങൾ സ്ട്രൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പാകിസ്ഥാന്റെ ഹൃദയ ഭൂമിയിലാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തേക്കുന്നത്. കാരണം മുരീദ് കെ ലഷ്കർ എ തോയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്, ബാവൽപൂർ ജയ്ഷെ മുഹമ്മദിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അപ്പൊ വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് ഈ ഭീകരവാദി പാമ്പുകളെ അവർ ഇങ്ങോട്ട് അയക്കുന്ന രീതിയിലേക്കുള്ള നടപടികൾ എടുക്കുന്നതിന്റെ ഒരു കൃത്യമായിട്ട് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ തലയിൽ തന്നെയാണ് ഈ അടി കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി എത്ര ടെററിസ്റ്റിനെ കൊന്നിട്ടുണ്ട് ഈ ഒരു ഓപ്പറേഷനിലൂടെ അതൊക്കെ വരും ദിവസങ്ങളിലേ അറിയത്തുള്ളൂ. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജാണ്. രണ്ടാമത്, പണ്ട് ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് പാകിസ്ഥാൻ പറഞ്ഞു ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അടിച്ച സ്ട്രൈക്കിന് അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പറയുന്നു, അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നു, അവിടുന്ന് വരുന്ന റിപ്പോർട്ട്സ് പറയുന്നു നമ്മൾ സ്ട്രൈക്ക് ചെയ്തു എന്ന്. അവർ സമ്മതിക്കുന്നുണ്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്തു എന്നും അതിന് വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ അപ്പൊ ആർക്കും തെളിവുകൾ ചോദിക്കേണ്ട കാര്യം ഇല്ല. ഇപ്രാവശ്യം കൃത്യമായിട്ട് അടിച്ചിട്ടുള്ളതെല്ലാം എല്ലാവരും കാണുന്നുമുണ്ട്. അതിന്റെ മെസ്സേജ് കിട്ടേണ്ടുള്ളവർക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനിയുള്ളത് പാകിസ്ഥാന്റെ കാര്യത്തിലാണ്. ഇനി പാകിസ്ഥാനാണ് തീരുമാനിക്കേണ്ടത് ഇത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണോ അതോ ഇതിലൂടെ നിർത്താം എന്നുള്ള തീരുമാനം അവരാണ് എടുക്കുന്നുള്ളത്. ഇനി അഥവാ അവർ ഇതിലും അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഒരു റിട്ടാലിയേഷൻ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഭാരതത്തിന്റെ സൈന്യം, ആർമി ആയാലും എയർഫോഴ്സ് ആയാലും നേവി ആയാലും കംപ്ലീറ്റ്ലി റെഡി ആയിട്ട് നിൽക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റിട്ടാലിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളിപ്പം കണ്ട ഓപ്പറേഷൻ സിന്ദൂറിന്റെ പാർട്ട് 2 ഇതിലും ഭയാനകമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് നമ്മൾ അടിക്കും എന്നുള്ളതിനും യാതൊരു സംശയമില്ല. അതെ, കൃത്യമായി പാകിസ്ഥാന് എതിരെ നടത്തിയ ഈ മുന്നേറ്റം ഭാരതത്തെ സംബന്ധിച്ച് വലിയ അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ പുലർകാലം സിന്ദൂര പുലരിയായി തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു സമയം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കേണൽ ഡിന്നി, ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മൾ വ്യോമ മേഖലയിലാവട്ടെ, ഈ പറഞ്ഞ നാവിക മേഖലയിലാവട്ടെ, കരസേനയിൽ ആവട്ടെ ഒക്കെ കൃത്യമായ നമ്മൾ സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചടി ഈ ഘട്ടത്തിലുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? കാരണം രാവിലെ 10 മണിക്ക് പാക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ സൈനിക മേധാവികൾ ഒത്തുകൂടി ഭാരതത്തിനെതിരായുള്ള നീക്കങ്ങൾ അത് ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ അവർ ഇന്ന് ആലോചിക്കുന്നു. അവർ കൃത്യമായി അതിൻ്റെ മുന്നേറ്റം നടത്തുന്നു. അപ്പോൾ ഒരു പ്രത്യാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഈ ഘട്ടത്തിൽ തന്നെ ഉണ്ടാകും, അങ്ങനെ തന്നെ കരുതാൻ കഴിയുമോ കേണൽ ഡിന്നി? ഇപ്പോൾ പാകിസ്ഥാന്റെ കാര്യമായതുകൊണ്ട് നമുക്ക് അവരുടെ ചിന്താ രീതി വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നതിനൊക്കെയുള്ള ഒരു റാഷണാലിറ്റി ഒന്നും പാകിസ്ഥാനിന്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന് ഇല്ല. അപ്പം അവരെ സംബന്ധിച്ചോളം അവർ ഈ പഹൽഗാം തന്നെ ഒരു കാരണവശാലും ചെയ്യേണ്ട യാതൊരു കാര്യം അവർക്ക് ഇല്ലായിരുന്നു. കാരണം ഒരു രാജ്യം, അതായത് കഴിക്കാൻ പോലും പൈസ ഇല്ല, വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, പെട്രോൾ ഇല്ല, അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യമാണ് വേറൊരു രാജ്യത്തിനുള്ളിൽ ചെന്ന് ഭീകരവാദം നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇപ്പൊ ഇങ്ങനൊരു തിരിച്ചടി കിട്ടിയ സ്ഥിതിക്ക് അവര് എന്തെങ്കിലും തിരിച്ച് ചെയ്യാതിരിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കാര്യം എന്തെങ്കിലും ചെയ്യും. കാരണം അത്ര വലിയൊരു നാണക്കേടാണ് പാകിസ്ഥാൻ സൈന്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അതായത് ഭാരതം പാകിസ്ഥാന്റെ മണ്ണിൽ പോലും കുത്താതെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും സ്ട്രൈക്ക് ചെയ്യാമെങ്കിൽ നാളെ പാകിസ്ഥാൻ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ചോദ്യം അവിടെ പാകിസ്ഥാൻ സൈന്യത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ തീർച്ചയായിട്ടും എന്തെങ്കിലും തിരിച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. പക്ഷേ
പക്ഷേ ഒരു കാര്യം ഇതിനകത്ത് വരുന്നത് എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ പ്രഷർ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാനിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടാവാം. അതായത് നിങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭാരതം ഇതിലും വലിയ ഒരു സ്ട്രൈക്ക് കൊടുക്കും, വേണ്ടി വന്നാൽ ഞങ്ങളും ഭാരതത്തിന്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പാകിസ്ഥാൻ ചെറിയ രീതിയിൽ എന്തെങ്കിലും ലൈൻ ഓഫ് കൺട്രോളിൽ വല്ലതും ഫയറിംഗ് ഒക്കെ നടത്തിയിട്ട് നിർത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് പ്രശ്നമായാലും അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള റിട്ടാലിയേഷൻ ആയാലും അത് നേരിടാൻ ഇന്ത്യൻ സൈന്യം വളരെ ശക്തമായിട്ട് റെഡിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പം തിരിച്ച് പാകിസ്ഥാൻ എന്തെങ്കിലും റിട്ടാലിയേഷൻ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിന്ദൂർ പാർട്ട് 2 ഇതിലും വലിയൊരു രീതിയിലേക്ക് പാകിസ്ഥാന്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാം. യെസ്.